നമസ്കാരം. പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക. ക്രിസ്മസിന് മുൻപ് എല്ലാവർക്കും ക്ഷേമ പെൻഷൻ തീരുമാനമറിയിച്ച് ധനമന്ത്രി. ഒരു മാസത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. പെൻഷൻ നേരിട്ട് ലഭിക്കുന്നവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും അല്ലാതെയുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും തുക ലഭിക്കും. 900 കോടിയോളം രൂപയാണ് ഇതിനായി മാറ്റിവെക്കുന്നത്. ക്രിസ്മസിന് മുൻപ് എല്ലാ പെൻഷൻകാർക്കും തുക ലഭിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചതായി ധനമന്ത്രി അറിയിച്ചു. 7.5 വർഷത്തിനുള്ളിൽ LDF സർക്കാരുകൾ 57,400 കോടിയോളം രൂപ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി വിതരണം ചെയ്തിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാർ 23,000 കോടിയോളം രൂപയും നൽകി. 64 ലക്ഷം പേരാണ് പെൻഷൻ ഡാറ്റാബേസിലുള്ളത്. മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ളവർക്കെല്ലാം പെൻഷൻ അനുവദിക്കും. സംസ്ഥാന സർക്കാർ ആദ്യ ഗഡുവായി 1,600 രൂപ പെൻഷൻ വിതരണം നടത്തുമ്പോൾ ചില ആളുകൾക്ക് 3,200 രൂപയോളം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. കാരണം കഴിഞ്ഞ മാസം പെൻഷൻ വിതരണം ചെയ്തപ്പോൾ മസ്റ്ററിംഗ് ചെയ്യാത്തത് കാരണം തടഞ്ഞുവെച്ചിരിക്കുന്ന പെൻഷൻ കൂടി ചേർത്ത് ഇവർക്ക് 3,200 രൂപയായിരിക്കും ഈ മാസം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക. വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.